നമസ്കാരം. ഞാൻ രാഹുൽ കൃഷ്ണ, ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ നിന്ന് 27-ാം വാർഡ് ശ്രീകുറുമ്പക്കാവ് വാർഡിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളേവരുടെയും സമ്മതിദാനാവകാശം നൽകിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ നഗരസഭയ്ക്കകത്തും നമ്മുടെ വാർഡിനകത്തും ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ തത്തമംഗലം പ്രദേശത്ത് തന്നെ ഒരു 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹം. അതുപോലെ തന്നെ തത്തമംഗലത്തെ പ്രധാനപ്പെട്ട റോഡുകളുടെ ശോചനീയാവസ്ഥ, ഉദാഹരണത്തിന് എൻ്റെ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമായ തത്തമംഗലം ജംഗ്ഷൻ മുതൽ SMHS ഹൈസ്കൂൾ വരെയുള്ള റോഡിൻ്റെ അവസ്ഥ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. അതുപോലെ തന്നെ നമുക്കറിയാം, ചിറ്റൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങളും ഗതാഗതക്കുരുക്കുമുള്ള ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തത്തമംഗലം ജംഗ്ഷനാണ്. തത്തമംഗലം ജംഗ്ഷനിലെ മുൻ MLA ശ്രീ K. അച്യുതൻ അവരുടെ ശ്രമഫലത്താൽ നമ്മളൊരു തത്തമംഗലം ബൈപ്പാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അക്യുസേഷൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പൂർത്തീകരിച്ചതാണ്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ അതിൻ്റെ തുടർ പ്രവൃത്തികളൊന്നും തന്നെ നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. UDF നഗരസഭയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബൈപ്പാസിൻ്റെ പണി നടത്തുന്നതിന് വേണ്ടി സർക്കാരുകളെ സമ്മർദ്ദപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുമെന്ന് ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായും തത്തമംഗലം ടൗണിലെ ഉള്ള വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കുമായി ഒരു നടപ്പാത കൊണ്ടുവരാൻ കഴിയുമെന്നും ഞാൻ ഉറപ്പ് നൽകുകയാണ്. നമുക്കറിയാം, ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ തത്തമംഗലം കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രദേശത്തു നിന്ന് ഒട്ടനവധി കായിക താരങ്ങളെ നമുക്ക് സംസ്ഥാന തലത്തിലാണെങ്കിലും ഈ നാടിന് മൊത്തം അഭിമാനപരമായിട്ടുള്ള കുറേ നേട്ടങ്ങൾ നേടിയെടുത്ത ഒരു പ്രദേശമാണ് തത്തമംഗലം പ്രദേശം. അപ്പോൾ അവിടുത്തെ ഈ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക്, എൻ്റെ വാർഡിനുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് കളിക്കുവാനുള്ള ഒരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് ഈ നഗരസഭയിൽ കാലാകാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ്. അവരിപ്പോൾ ആശ്രയിക്കുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള ടർഫിനെയും അതുപോലെ തന്നെ ചിറ്റൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടുകളെയാണ്. അപ്പോൾ നമ്മൾ വിജയിക്കുകയാണ്, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും തത്തമംഗലത്ത് ഉള്ള ഗ്രൗണ്ട് ഒന്നില്ലെങ്കിൽ SMHS ഗ്രൗണ്ട്, ഇല്ലെങ്കിൽ നമ്മളുടെ GUPS ഗ്രൗണ്ട് നല്ല രീതിയിൽ നവീകരിച്ച് ഇവിടുത്തെ കായിക താരങ്ങൾക്ക് വളർന്നു വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുമെന്ന് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ വാർഡിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തെരുവ് നായകളുടെ ശല്യമാണ്. നമുക്കറിയാം, നമ്മുടെ മുനിസിപ്പാലിറ്റിയും ഗവൺമെൻറ്റും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ തെരുവ് നായയുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് ഉറപ്പ് നൽകുന്നു. നമ്മുടെ നഗരസഭയിൽ ഉൾപ്പെടെയുള്ള അടുത്തു കിടക്കുന്ന 5 പഞ്ചായത്തുകളിൽ നമ്മൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് നമ്മുടെ ചിറ്റൂർ പുഴ പദ്ധതിയിൽ നിന്നാണ്. ചിറ്റൂർ പുഴയിൽ നിന്ന് നമ്മൾ വെള്ളം ഫിൽട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് അതാത് വീടുകളിലേക്ക് പൈപ്പ് വഴി വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഈ നമ്മുടെ കുടിവെള്ളം തന്നെ മാറിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, നമ്മുടെ ചിറ്റൂർ പുഴപ്പാലത്തിന് സമീപമുള്ള വെറ്റിനറി ആശുപത്രിയുടെ കോമ്പൗണ്ടിനകത്ത് കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവരുന്ന ഒരു നീക്കവുമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റും ഈ നഗരസഭയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പുഴപ്പാലം മേട്ടുപ്പാളയം പ്രദേശം. അതുപോലെ തന്നെ വെറ്റിനറി ആശുപത്രി, ശാന്തി ഹോസ്പിറ്റൽ, ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെ ഒട്ടനവധി വീടുകൾ ഉള്ള ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവരാൻ ഉള്ള നീക്കം എന്ത് വില കൊടുത്തും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് നിർത്തലാക്കുമെന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. നമുക്കറിയാം, നമ്മുടെ നഗരസഭയാണ്
കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മാലിന്യ സംസ്കരണത്തിന് ഒട്ടനവധി അവാർഡുകൾ നേടിയ ഒരു നഗരസഭയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ. എന്നാൽ ഇന്നത്തെ ഈ നഗരസഭയുടെ അവസ്ഥ നമ്മൾക്ക് ഏവർക്കും അറിയുന്നതാണ്. നമ്മൾ സീറോ വേസ്റ്റ് ഓൺ ഗ്രൗണ്ട് എന്നൊരു പദ്ധതി ദീർഘകാലങ്ങൾക്ക് മുമ്പ് തന്നെ UDF ഭരിച്ചിരുന്ന സമയത്ത് നഗരസഭയിൽ നടപ്പിലാക്കിയ പദ്ധതി വർഷങ്ങൾക്ക് മുമ്പാണ് ഗവൺമെൻറ് അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് ഈ നഗരസഭയിൽ എല്ലാ മേഖലയിലും മാലിന്യ കൂമ്പാരമായി കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിനെല്ലാം അറുതി വരുത്താൻ UDFനെ അധികാരത്തിലെത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തത്തമംഗലം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അന്തർ സംസ്ഥാനത്ത് നിന്ന് ഒട്ടനവധി ലഹരി വസ്തുക്കൾ വന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി വിൽപ്പന നടത്തുന്ന ഒരു കേന്ദ്രമായി തത്തമംഗലത്തെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി തത്തമംഗലത്തെ ഒരു പ്രത്യേകതരം പോലീസ് ഔട്ട് പോസ്റ്റ് കൊണ്ടുവരാനും അതുപോലെ തന്നെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു CCTV സർവൈലൻസ് ക്യാമറ തത്തമംഗലത്തെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുവാനുള്ള ഒരു നടപടിയും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. തത്തമംഗലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് തത്തമംഗലം ഗോകുലം ബേക്കറിയുടെ മുൻവശം. അവിടെ ഒട്ടനവധി വ്യാപാരി സുഹൃത്തുക്കൾ 24 മണിക്കൂറും വ്യാപാരം നടത്തുന്ന ഒരു ഇടം കൂടിയാണ്. അവിടെ നമുക്കറിയാം മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടുത്തെ ജലസ്രോതസ്സുകൾ അടക്കം നമ്മുടെ ചേമ്പംകുളം അടക്കം പ്ലാസ്റ്റിക്കിൽ മുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, എന്നെ ഈ വാർഡിൽ നിന്ന് വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് ഒരു വേസ്റ്റ് ബിന്ന് ഉൾപ്പെടെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ശുചീകരണം നടത്തുവാനുള്ള ഒരു ശ്രമം നടത്തുമെന്ന് ഉറപ്പു നൽകുന്നു. നമസ്കാരം, എൻ്റെ പേര് രാഹുൽ കൃഷ്ണ. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ 27-ാം വാർഡ് ശ്രീകുറുമ്പക്കാവ് വാർഡിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബാലറ്റിലെ 2ാമത്തതാണ്, കൈപ്പത്തിയാണ്, ആരും മറക്കരുത്. UDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ വരേണ്ടത് ഈ നാടിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. വീണ്ടെടുക്കാം ചിറ്റൂരിൻ്റെ നല്ല നാളുകൾ. നമസ്കാരം.